ഈദ് ദിനാശംസകൾ എല്ലാവർക്കും. അപ്പം എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് ഈദ് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊന്നും ഞാൻ ഫോൺ വിളിച്ചൊന്നും ഈദാശംസകൾ പറഞ്ഞിട്ടില്ല. എങ്കിലും ഈ വീഡിയോയിലൂടെ അവരോട് എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഈദ് ദിനാശംസകൾ. അപ്പം നമുക്കൊരു പെട്ടെന്ന് തട്ടിക്കൂട്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യമേ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കറിവേപ്പില, സബോള ഇതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം. അതേ എണ്ണയിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാം. ആ എണ്ണയിൽ നിന്നൊരു കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്ക് സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇങ്ങനെ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വഴറ്റാൻ വെക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാമാണ് ഞാൻ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം വറുത്ത് പൊടിച്ചെടുക്കണം. എന്നിട്ട് വേറൊരു അടുപ്പിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അരി വേവിക്കാനായിട്ട് വെക്കുക. അരി ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയായിട്ടുള്ള നമ്മുടെ സബോളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് പകലായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇവിടെ ഞാൻ തക്കാളിക്ക് ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഞാൻ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പൊടികളായിട്ട് ആകെപ്പാടെ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന മഞ്ഞൾപ്പൊടിയും പിന്നെ മുമ്പേ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബിരിയാണി മസാലയും മാത്രമേ ഉള്ളൂ. അതും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത ശേഷം അതിലോട്ട് തൈരും ഇട്ട് ചിക്കനും ഇട്ട് മിക്സ് ചെയ്ത് ഗ്രേവി ആക്കിയ ശേഷം നമുക്ക് പകുതി വെന്തേക്കുന്ന നമ്മുടെ റൈസ് ഇട്ട് കൊടുത്ത് ലെയർ അടിക്കാം. അതിന് ശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവോള വറുത്തത്, മല്ലിയില, പുതിനയില ഇട്ടുക. പിന്നെ നെയ്യ് ചേർക്കുക. പിന്നെ നമ്മൾക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടിയിട്ട് ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ തമ്മിൽ വെച്ച ശേഷം 1 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയാൽ ആവി വറുക്കുന്ന നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയാണ്. നോക്കിയേ, നമ്മുടെ ബിരിയാണിയുടെ റൈസ് എല്ലാം വിട്ടാണ് കിടക്കുന്നത്. എന്ത് നല്ല രസമാണ് കാണാൻ. നോക്കിയേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇങ്ങനെയൊരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ